ഹായ് മക്കളെ, അമ്മച്ചി ഇന്ന് 4 മണിക്ക് കഴിക്കാനായിട്ട് ഒരു ലഘുവായ ആവിയിൽ പുഴുങ്ങിയ ഒരു അപ്പം ഉണ്ടാക്കുവാണ്. തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിലെന്ന് പറയുന്നത് പണ്ട് ഇതിനെ കള്ളപ്പം എന്ന് പറയും. അന്ന് നമ്മൾ അരിമാവിൻ്റെ കൂടെ കള്ളുമൊക്കെ ചേർത്താണ് അത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ വെള്ളയപ്പത്തിന് ഉണ്ടാക്കുന്ന അതേപോലെ അരച്ചിട്ട്, അതായത് അരിമാവ്, തേങ്ങ, അല്പം പഞ്ചസാര എല്ലാം കൂടെ അരച്ച് രാവിലെ വെച്ചതാണ്. ഇപ്പം ഞാൻ വിചാരിച്ച് പാത്രത്തിൽ ഇച്ചിരി നെയ്യ് ചേർത്ത് അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്താലാണ് 4 മണിക്ക് കുഞ്ഞുങ്ങൾക്ക് കഷണിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മച്ചി അതൊന്ന് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ നോക്കിയാട്ടെ. അതിലേക്കായി നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വേണം. ഈ പ്ലേറ്റിൽ ഞാൻ അല്പം നെയ്യ് ഒഴിക്കുകയാണ്. അല്പം നെയ്യ് ഒഴിച്ചു. അപ്പോൾ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അതിലോട്ട് നമ്മൾ എന്താണ് അരച്ച് വെച്ച മാവ് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ പ്ലേറ്റിലേക്ക് മാവ് എടുക്കുകയാണ്. അതങ്ങ് ചരിച്ചൊഴിക്കാം. ഒരപ്പത്തിനുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിറയെ വേണ്ട. പാത്രത്തിന് അരയ്ക്ക് മേളിലോ അരയ്ക്ക് താഴെയോ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും മതി. ആണ് ഓക്കെ. ഇനി നമ്മൾ ഒരു 2-3 മുന്തിരിക്കൊത്തിടും. അണ്ടിപ്പരിപ്പ് അടപ്പേ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് അങ്ങും ഇങ്ങോട്ട് നമുക്കൊരു മുന്തിരിക്കൊത്ത് കൊടുക്കാം. അപ്പോഴിത് കണ്ടല്ലോ, മുന്തിരിക്കൊത്തിട്ടേക്കുന്നത് കൊച്ചുമോളുടെ ഡെക്കറേഷനാണ്. ഇത് ഞാൻ പയ്യെ അപ്പച്ചെമ്പിലോട്ട് വെച്ചു. ഇതിനി ഞാൻ അടുപ്പത്ത് തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ അപ്പച്ചെമ്പ് അടച്ചു, അടുപ്പത്ത് വെച്ചു, ഫ്ലെയിമും കൊടുത്തു. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വേവട്ടെ. വെന്തട്ടമ്മച്ചി വിളിക്കാം. ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പച്ചെമ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് 2-3 അണ്ടിപ്പരിപ്പും അതിൻ്റെ പുറത്തില്ല. ഇപ്പോഴേ നമ്മളിട്ട് അണ്ടിപ്പരിപ്പ് അങ്ങ് താന്നു പോകും. അതൊന്ന് ഉറച്ചതിന് ശേഷം ഇടാം. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഞാൻ തുറന്നു. അതിലേക്ക് ഞാൻ ആവി ഒന്ന് ഒതുങ്ങി. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാം അല്ലേ? ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാമേ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ വെക്കാം. ഇതിപ്പോൾ ഇസവല്ലാടെ ഡിസൈനാണ്. അപ്പം മക്കൾക്ക് ഇതേപോലെ 4 മണിക്ക് ഇതേപോലെ 4 മണിക്ക് എല്ലാ മക്കൾക്കും സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഇതേപോലെ എന്തെങ്കിലും നമ്മൾ കാലത്തെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി മാവെടുത്ത് മാറ്റി വെച്ച് അതിൽ സ്വല്പം പഞ്ചാരയും കൂടെ ചേർത്ത് വെക്കുമ്പം അവനൊരു നല്ല രീതിയിലായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പാത്രത്തിൽ സ്വല്പം നെയ്യ് തേച്ച് നമ്മുടെ അപ്പച്ചെമ്പിൻ്റെ അകത്തോട്ട് വെച്ചാൽ 4 മണിക്ക് വരുമ്പം അവർക്കൊരു 4 മണി പലഹാരവും ആകും, നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനുമായി. അപ്പോൾ അമ്മ ഇത് അടച്ചു വയ്ക്കട്ടെ. നമുക്ക് ഇതേപോലെ നമ്മുടെ മാവ് അപ്പത്തിനുള്ള മാവ് മീതി വരുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ 4 മണിക്ക് ചെയ്യാമല്ലോ. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. അല്ല 4 മണിക്ക് ബേക്കറിയിൽ പോയി പത്തിരിയോ ഇറച്ചിയോ സ്നാക്സുകളോ വഴക്കാപ്പോ ഒന്നുമല്ല. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസക്കുട്ടിക്ക്, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഈസക്കുട്ടി പറഞ്ഞ് എനിക്കെന്താ ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഇച്ചിരി മാവെടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് പൊങ്ങി കണക്ക് വരും. അപ്പോൾ നമ്മൾ തവിക്കൊന്ന് കറക്കി അടച്ച് വെക്കുമ്പോൾ അത് വീണ്ടും അത് സാധാരണ ലെവലിൽ വരും. അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിയുമ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വേണ്ടേ, ഒരു പാത്രത്തിൽ സ്വല്പം നെയ്യ് തൂത്ത് അപ്പച്ചെമ്പിലോട്ട് അങ്ങോട്ട് തരിക്കുള്ളത്തിലോട്ട് എടുത്ത് വെച്ചാൽ മതി. വെച്ച് അതൊന്ന് ആവി കയറ്റിയിട്ട് കുട്ടികൾ വരുമ്പോൾ ഒരു ചായയും ഇത് 2 കഷ്ണവും കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്നുള്ള അവരുടെ വിശപ്പും എല്ലാം അങ്ങ് മാറും. നമുക്കും ഓരോ കഷ്ണം കഴിക്കാം. ആവിയിൽ പുഴുങ്ങുന്ന ആഹാരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാലും എൻ്റെ കൊച്ചുമോനാണ് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ബഹളം കൂട്ടുന്നത്. അവൻ ആ പാത്രം അടിച്ച് കളിക്കുകയാണ്. അവനോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവൻ ശക്തിയായിട്ട് അടിക്കുന്നു. അവൻ കൊച്ചുമോനല്ല കേട്ടോ. സുന്ദരനോട് ഞാൻ കണ്ണുരുട്ടിയപ്പോൾ അവനോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവൻ മിണ്ടാതിരിക്കത്തില്ല. അവനുണ്ടല്ലോ 2:30 മണി രാത്രി എഴുന്നേറ്റും കൊണ്ട് എൻ്റെ ലൈവിൻ്റെ
സ്റ്റാൻഡുണ്ട് മൊബൈൽ വെക്കുന്നത്, അതും പൊട്ടിയെടുത്തോണ്ട് ഓടും. കണ്ടോ? അപ്പോൾ വെക്കട്ടെ, പിന്നെ പറയാം. കൊച്ചുമോൻ്റെ ശല്യമാണ് കേൾക്കുന്നത് ഇത്രയും. അതുകൊണ്ട് പിന്നീട് വരാം. അപ്പോൾ അപ്പച്ചപ്പിൽ അപ്പം എന്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാമേ, തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാ. തുറന്നു കേട്ടോ. അതിനെ ഞാനൊന്ന് താഴോട്ട്, ചെമ്പിനെ താഴോട്ട് വെക്കാം. താഴോട്ട് വെച്ചു. ഇനി ഞാൻ ഇതിൽ നിന്ന് ഇതെടുത്ത് വെളിയിൽ വെച്ച് കാണിക്കാം കേട്ടോ. വേണ്ടേ, ഞാൻ അപ്പച്ചമ്പിൽ നിന്ന് താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് തണുത്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ടാക്കി കാണിക്കാം. അന്നേരം നമുക്ക് കട്ട് ചെയ്യാം. ആണ്ടേ, അപ്പച്ചമ്പിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. മക്കളെ, ഞാൻ ദാ അപ്പച്ചമ്പിൽ നിന്ന് അപ്പം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റാം. കട്ട് ചെയ്യട്ടെ. ഹായ് മക്കളെ, അമ്മ ദാ അതിൽ നിന്ന് കട്ട് ചെയ്തതാ ഈ പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയാട്ടെ, ദാ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. നോക്കിയാട്ടെ, ദാ കണ്ടോ, 4 മണി പലഹാരം. ഇത് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പം ഇതേപോലെ ചെയ്ത് കൊടുത്തൊരു ചായ ഇട്ട് കൊടുക്കാമെങ്കിൽ അവരുടെ വിശപ്പും മാറും, അവരുടെ ക്ഷീണവും മാറും. ചായ കൊടുക്കുമ്പോൾ ക്ഷീണം മാറും, ഇത് കൊടുക്കുമ്പം വിശപ്പും മാറും. നോക്കിയാട്ടെ, കൊള്ളാമോ? എല്ലാവരും ഇതൊന്ന് നോക്കേ. ഞാൻ കട്ട് ചെയ്ത പ്ലേറ്റ് നോക്കേ. കട്ട് ചെയ്തത് ഞാൻ കാണിക്കാം. ഇതാണ്ട് കട്ട് ചെയ്തത് ഇരിപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും അവർക്ക് അത്യാവശ്യത്തിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കണം. വീണ്ടും അമ്മ ഒരു റെസിപ്പിയായിട്ട് ഇനിയും കാണാം. ബായ്.